എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലെ മൻഖാമന അപ്പോ മൻഖാമന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ആ മലയുടെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പൊ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയതാണ് ഈ ഒരു കേബിൾ കാർ. പക്ഷെ ഇപ്പൊ സൂരജ് ഭായി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് അവിടെ ഇതിന്റെ ഗേറ്റ് കണ്ടോ, ഇതാണ് ഇതിന്റെ ഗേറ്റ്. ഇപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാലേ ഇവിടെ അധികം ടൂറിസ്റ്റുകളാണ്. അതായത് ഈ ഈവൻ നേപ്പാളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഇതിങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ വരും. അങ്ങനെ ആ കേബിൾ കാർ അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു കേബിൾ കാർ സ്റ്റേഷൻ ആട്ടോ അത്. ये वाला है नेपाल का बड़ा वाला केबल कार स्टेशन है। हाँ ഇത് പുരാന भी है. हाँ ഇവിടുത്തെ ഫസ്റ്റ് है. हाँ ഇവിടുത്തെ ഫസ്റ്റും ഏറ്റവും നീളത്തിലുള്ള കേബിൾ കാർ സ്റ്റേഷൻ ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പ്രിഫർ ചെയ്തത്. ഇവിടെ എന്തായാലും അവർ നല്ല അടിപൊളിയായിട്ടേ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് മറ്റേ കുറെ കൃഷി സ്ഥലങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. नहीं फ्री आया हो लड़की ने सिगरेट पी रहा है. देखिए सब इंडियन आदमी है. नेपाली आदमी बहुत थोड़ा है. നമ്മൾ ആ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല. നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എന്തൊക്കെ ചോദിക്കണം. അപ്പോൾ ആൾ പറഞ്ഞാൽ ശരിയാട്ടോ, ഇവിടെ ഉള്ളതൊക്കെ അധികം ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ മൻഖാമൻ എന്ന് പറഞ്ഞ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അമ്പലത്തിലെ അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണെന്ന് പറയുന്നത്. ഒരു വിശ്വാസം എന്താ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് നടക്കും എന്നുള്ളതാണ്. അതാണ് മൻഖാമൻ. ഗുഡ് ലക്ക് നോ ഗുഡ് വിഷ് നോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഇവിടെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 8 മണി മുതൽ 5 മണി വരെയാണ്. അതിൻ്റെ ഇടയിൽ 12 മണി മുതൽ 1 മണി വരെ ഒരു ബ്രേക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് നോക്കുകയാണെങ്കിൽ 670 രൂപ ഇന്ത്യൻ മണിയാണ് 2 വേ ഡയറക്ഷനിൽ. പിന്നെ നേപ്പാളീസിന് അത് 770 നേപ്പാളി റുപ്പീസുമാണ്. പിന്നെ ഫോറിനേഴ്സിന് $20, ചൈനീസ് നാഷണൽസിനൊക്കെ $10 അങ്ങനെയൊക്കെ. പിന്നെ അഡൽട്സ് ചൈൽഡിന് കുറച്ച് കുറവാണ്, 460-400 രൂപയൊക്കെയാണ് നമ്മുടെ 2 ഡയറക്ഷനിൽ വരുന്നത്. അപ്പോൾ ആളുകളൊക്കെ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തു. നമ്മുടെ സൗരഭാനെ കൊണ്ട് നമ്മൾ ഓൺലൈനിൽ എടുപ്പിച്ചു കൊടുന്ന്. അപ്പോൾ ടിക്കറ്റൊക്കെ സെറ്റാണ്. ഇനി അത് അടുത്ത ഇത് പോകുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിനി ഇവിടെ വരിയിൽ നിൽക്കണം. ഇപ്പം തന്നെ അത്യാവശ്യം വരി ഇങ്ങനെ നീളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വരിയിൽ പോവാം. പിന്നെ ഇത് എത്ര ദൂരമാണ്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ എവിടെയാണെന്നുള്ളത് എവിടെ എഴുതി വെച്ചൊന്നും കാണാനില്ല. केबल कार कितना दूर है इधर से? लंग का 3 किलोमीटर है. 3 किलोमीटर है. ये लाइन टिकट लेगा 3 കിലോമീറ്റർ ദൂരം എന്ന് പറയണത്. അത് എനിക്ക് വന്നത് കേബിളിൻ്റെ ദൂരമാവില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് വഴി പോകണമെങ്കിൽ 3 കിലോമീറ്റർ ദൂരമായിരിക്കും. കേബിൾ കാർ അത്ര ദൂരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എനിക്ക്. എന്തായാലും നമുക്ക് എവിടെന്നെങ്കിലും ചോദിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ പിന്നെ മൊബൈലിൽ ഓൺലൈൻ എടുത്ത കാരണം ആ വരീൻ്റെ മുന്നിലേക്ക് നമ്മളെ കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ മാത്രം കയറി വരികയാണ്. ബാക്കിലപ്പോൾ ടീം ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു മലയാളി ഗ്യാങ് ഉണ്ട്, ഒരു 56 ആൾക്കാർ എങ്ങാണ്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഒരു ലഞ്ചിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പാണ് തോന്നുന്നത്. അല്ലല്ല ആ അപ്പോൾ അതൊരു ഗുണത്തിൽ പെട്ടൂലേ? അല്ല ഇതൊരു ഗുണത്തിൽ പെട്ടു എന്ന് പറയാം. അതിൻ്റെ പിന്നെ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടേ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ പറഞ്ഞില്ല ഒരു പിലിഗ്രിം സ്ഥലമാണ്. പിന്നെ ഈ കേബിൾ കാറൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നു, ടൂറിസ്റ്റുകളായിട്ടും വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ കേബിൾ കാർ പോയിട്ട് അവിടെ വലിയൊരു ഗ്രാമം, അവിടെ ബിസിനസ് കുറേ സ്ഥാപനങ്ങളും പരിപാടികളും, ഒരു അമ്പലമുണ്ട് മെയിനായിട്ട്, അതാണ്. പിന്നെ അവിടെ കടകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ശരിക്കും ആ നാട്ടിലുള്ള ഒരാളാണ്, ആ ഗ്രാമത്തിലെ ആളാണ്. അപ്പോൾ നാം ഏക് ബാർ ഭി ബോലിയേ. ഖിൽ ബഹാദൂർ താപ്പ. ഖിൽ ബഹാദൂർ താപ്പ എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആൾക്ക് അവിടെ കടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് പിന്നെ ആളോട് സംസാരിച്ചപ്പോൾ ഇത് 3 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ശരിക്കും ഇപ്പോൾ റേറ്റിൻ്റെ കാര്യം അവിടെ ഉള്ളവർക്ക് സ്ഥിര താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് വന്നു പോകാൻ ആകെ 180 നേപ്പാളി ഇതാണ് അവരുടെ നിന്ന് മേടിക്കുന്നുള്ളൂ കേട്ടോ. കാരണം അവർക്ക് അവിടെ റോഡ് ഉണ്ടെങ്കിലും ഇത് ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് എത്താനുള്ള വഴി ഇതാണ്. അപ്പോൾ ഇവർ ഈ കേബിൾ കാർ ഉപയോഗിക്കും. പിന്നെ ഇതിന് ഒരു ക്യാബിനിൽ 6 ആൾക്കാരായിട്ടാണ് പോകുന്നത്. ഇതിന് വലിയൊരു ക്യാബിനൊന്നുമല്ല, ഇത് 3 കിലോമീറ്റർ പോയി വരാനുണ്ട്. അപ്പോൾ നമുക്ക് 3 കിലോമീറ്റർ പോകാനുണ്ട് ഒരു ഡയറക്ഷനിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെയാണ് ഈ യാത്രയുടെ കാര്യങ്ങളും. അവിടെ ക്യൂ ഒക്കെ വലുതായിട്ടുണ്ട്, വലിയ നിറയെ ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം, ഒരുപാട് ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള ക്യാബിൻ വരുന്നുണ്ട് കേട്ടോ. ആ ചാലുമല ഇങ്ങനെ വന്നു. അതെ നമ്മൾ കയറി. അല്ലേ കാണാല്ലേ. അപ്പോൾ ഈ കേബിൾ കാറിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്യാബിനാട്ടോ. കേബിൾ കാറിൽ കയറി കിട്ടും സെൽഫി. ഞാനും കയറിയിട്ടുണ്ട്. ഇയാളെങ്ങനെ ക്യാമറ മാത്രം ഒറ്റയ്ക്ക് കയറോ? പിന്നെ കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. നമ്മൾ ഈ പുഴന്റെ മുകളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. പുഴയുടെ ഒത്ത നടുക്ക് വെച്ച് ഇതിപ്പോ മറ്റേ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമ്മൾ വള്ളിയമ്മ തൂങ്ങി പോവാന്ന് വിചാരിച്ചാൽ മതി. അതെ, ഇവിടുന്ന് സാധനം പൊട്ടി വീണ് താഴെ വീണിട്ടാണ് നമ്മൾ മരിക്കാൻ പോകുന്നത്. അതിനിപ്പോ ആവശ്യമില്ലാത്ത കാണണ്ട. ആ പുഴയിലെ ആൾക്കാർ കുളിക്കണ്ടല്ലോ. കുളിക്കണോടത്ത് നോക്കരുത്, മോശമല്ലേ. ഇത് കാലക്കി കാലിഗന്ധയ്ക്ക് അല്ലത്. ഇതിന്റെ പേരൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർത്തെടുക്കാൻ പറ്റൂല. നമ്മള് സൂരജ് ഭായിന്റെ അപ്പ ചോദിക്കും പറയും. സൂരജ് 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. 1.5 കിലോമീറ്റർ അങ്ങോട്ടും 1.5 കിലോമീറ്റർ ഇങ്ങോട്ടാണ്. ചിലപ്പോ അതായിരിക്കും അല്ലേ, അറിയില്ല കേട്ടോ. ഞാൻ അവിടുന്ന് ഇനിയും ഉണ്ടോ താഴേക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. കാരണം ചിലപ്പോ ഉണ്ടാവാം. ആ സൗരഭ് ഭായ്, सूरज देखा था हमें अभी ये केबल कार का कैबिन में है. अंदर है अच्छी है. आप ऑनलाइन में टिकट बुक करना. अच्छा लगे हमको, पहले जाने को अवसर मिला. थैंक यू. എത്ര ഇപ്പൊ അതൊക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു ഗ്രാമത്തിന്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. ഒക്കെ എങ്ങനെ ഈ ചൂടത്ത് ഈ ഷീറ്റിന്റെ കീഴില് ഇവര് താമസിക്കണം? നമുക്ക് ഏത് ഷീറ്റാ നോക്കിയത്? ഹോസ്പിറ്റൽസ് അല്ല, തകര ഷീറ്റ്. ഈ ചൂടത്ത് അങ്ങോട്ട് പൊള്ളിയില്. ഇത് സംഭവം ഇത് 3 കിലോമീറ്റർ ഉള്ള തന്നെ കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോ ഈ ഒരു പോർഷൻ വരെ നമുക്ക് കാണുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും മോളിക്ക് ഉണ്ട്. അത്യാവശ്യം ഉണ്ടോ നമ്മള് അടിയിൽ അത്യാവശ്യം ദൂരത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കും, ഇവിടുന്ന് പോകുമ്പോ വേണ്ട വലിയ കാടാണ്. ക്യാമറ പുറത്തേക്കിടാം. ഇത് അടിപൊളിയാ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പണ്ട് മറ്റേ അസർബൈജാനിൽ പോയ ആ സാധനത്തിനെക്കാട്ടി ലെങ്ത്തും ഇതൊക്കെ ഉണ്ട്. ഇവിടെ അസർബൈജാൻ പോയി. അയ്യോ, ആ പറഞ്ഞു തള്ളലേ, അസർബൈജാന്റെ തള്ളല് നമ്മൾ തള്ളായിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മളിങ്ങനെ തള്ളല് നമുക്കൊരു കാച്ചുടക്കി പോയിട്ട് എപ്പോഴും എലി ഫ്രിഡ്ജിന്റെ അടി കൂടെ എപ്പോഴും ഫ്രിഡ്ജിന്റെ പുതിയ വാങ്ങിയ മൈക്രോവേവ് ഓവനിൽ കൂടെ ചാടി പുതിയ കിച്ചന്റെ അത് കൂടെ പുറത്തേക്ക് ക്ലിയർ ആയിട്ട് കിട്ടേ. ശരിക്കും ഇതേ വേണ്ട അജി, അത് താഴെ വീണ്ടായിരുന്നു. വേണ്ട, അത് പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് വീണ കാര്യമില്ല പറയണത്. ഇട്ടിട്ട് വലിക്കില്ല, AC ഓഫാക്കി. AC ഇട്ട വലിയ മുട്ടാണത്. വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല. അല്ല, കയറ്റത്തേക്ക് എത്തിയ കുറച്ച് വലിയ മുട്ടിയോ. ആൾട്ടോണ്ണൂറിന്റെ ഘർഷണം കൂടിയതാ സംഭവം. അങ്ങനെ നേപ്പാളിലെ ഏറ്റവും പഴയതും ഏറ്റവും നീളം കൂടിയതുമായ കേബിൾ കാറിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. മൻകാമന.
എന്തായാലും ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ അമ്പലമാണെന്നൊക്കെ പറഞ്ഞു. നമുക്കതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഈ കേബിൾ കാർ മുതലായല്ലോ. ആ അങ്ങോട്ടൊരു ഇറക്കുണ്ടാവും, ഒരു പോക്കുണ്ടാവും. ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊരു പൈൻ ട്രീ വിഭാഗത്തിൽ പെടുന്ന സാധനമാണെന്ന് തോന്നുന്നത്. അതിന്റെ അപ്പൂപ്പനാടിന്റെ ഒരു സ്ട്രക്ചർ പോലെ അതിന്റെ ഓരോ സാധനങ്ങള്, പക്ഷെ നല്ല സ്റ്റൈലുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് അവസാനിക്കണ്ടാവും കേട്ടോ കേബിൾ കാർ സ്റ്റേഷൻ. എന്റെ എത്താറായി നമ്മള് കണ്ടോ, സമയം എടുക്കേണ്ടത് 1:30 നമ്മള് കേറി 35 ആയി ഉണ്ടാവും. അത് പോണ വരവും ഒരേ സ്പീഡ് തന്നെ ആയിരിക്കും. 10 ഉണ്ടാവും. നമ്മുടെ സാധനം കീറി കളഞ്ഞില്ലേ, അപ്പൊ ഇനിയിപ്പോ നമ്മള് തിരിച്ചു വരുമ്പോ ഇല്ല, അത് 2 സൈഡ് ടിക്കറ്റ് നമ്മളേക്കുണ്ടല്ലോ. ശില്പ് വരത്തിലിടും. അങ്ങനെ നമ്മള് അതിന്റെ എൻഡിലേക്ക് എത്താൻ വേറൊരു പട്ടണത്തേക്ക്, അതാണ് വലിയൊരു പട്ടണത്തിൽ എത്തി. അതാണ് 1 സൈഡ് 2 സൈഡ്. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിവിടെ ഇവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോറ് ഓപ്പൺ ആയിക്കോളും. അതിന്റെ മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇറങ്ങിക്കോളും, ഇവിടെ ഇറങ്ങിക്കോളും തന്നെ ഇറങ്ങും. പിന്നെ അങ്ങോട്ട് പോകാനുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പുറത്തോണ്ടേ, നമുക്ക് പുറത്ത് പോകാനതാണ് ലെഫ്റ്റ്. നമ്മൾ എക്സിറ്റിലേക്ക് പോവാം. അതിന്റെ മുകളിൽ എന്ന് പറയാൻ പറയല്ലേ വലിയൊരു അതെ, ഇത് നല്ല ഷിംഗ്ലിംഗ് ആണ്, മോഡേൺ. വലിയൊരു വലിയ ജനവാസമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മലയിലൂടെ ഇങ്ങനെ കയറി വന്നിട്ടേ ഇവിടെയൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അമ്പലമുണ്ട്. ആ അമ്പലത്തേക്കുള്ള വഴി ഇത് നമ്മൾ ആ ടൗണിലൊക്കെ ഉള്ള പോലെ തന്നെ കുറേ അമ്പലത്തിൻ്റെ പ്രദേശങ്ങൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഒരുപാട് കടകളും ഒരുപാട് നമ്മൾ ആ ഒരു കേബിൾ കാറിലൊക്കെ ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ ഇത്രയ്ക്കൊന്നും സാധനങ്ങളും ഡെവലപ്മെൻറ്റും ഇത്രയും ബിൽഡിങ്ങൊന്നും ഉണ്ടാവും എന്ന് വിചാരിക്കില്ല കേട്ടോ. പക്ഷേ അത്രയും വലിയൊരു സ്ഥലമാണിത്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ടേ അവിടെ കുറേ പൂക്കളും നാച്ചുറൽ ഫ്ലവേഴ്സ് ഒന്നുമല്ല കേട്ടോ, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസിൻ്റെ ഒക്കെ പൂക്കളാണ്. പിന്നെ തേങ്ങ സാധനങ്ങൾ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് തണുപ്പാട്ടോ, തണലുള്ളത് കാരണം ഇവിടെ ഒരു തണുപ്പുണ്ട്. അല്ലേ അത് ഇവിടുന്ന് കുറച്ചാണ് നടക്കാണ്ട് തോന്നുന്നത്. ഇവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകളും പരിപാടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് തുരുതുരാ ഇത്രയും കടകളാട്ടോ. ഇവിടെ അത്രയും ആളുകൾ വരുന്നുണ്ടെങ്കിൽ വന്നേ. ഇവിടെ ഉണ്ടോ പേരക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ട് ഒരു അപ്പൂപ്പ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കോഴികളൊക്കെ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ എന്താ കോഴികളെ അമ്പലത്തേക്ക് വഴിപാട് കൊടുക്കുന്നുണ്ട്, അറിയില്ല കേട്ടോ. അത് നമ്മൾ കുറേ നടന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ പേരക്ക ഇവിടുത്തെ ഒരു ലോക്കലിൽ കിട്ടുന്ന സാധനമാണിത്. ഇവിടെ കുറേ പേരക്ക കച്ചവടം, പിന്നെ ഇവിടുത്തെ നാടൻ നെല്ലിക്കയുണ്ട്, മുളകും ഉണ്ട്, അങ്ങനെ കുറേ കടകളുണ്ട്. ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ മൻകാമന എന്ന് പറയുന്ന ആ അമ്പലം. ഇത് വലിയ ഏരിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏരിയ കേട്ടോ. നമ്മൾ ഇത്രയും റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും സെറ്റപ്പൊക്കെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷെ ഇവിടുത്തെ ഗ്രാമങ്ങളും പരിപാടികളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇതിനുള്ളിൽ ക്യാമറയും ഫോട്ടോഗ്രാഫിയൊന്നും പറ്റില്ല കേട്ടോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഇതിനുള്ളിലൊന്ന് കയറിയാക്കാം. ഇത്രയും ഉയരത്തിലുള്ളൊരു സംഭവത്തിൽ വന്നതല്ലേ, അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. പിന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ മണികൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. കാക്ക ഇങ്ങനെ അടിച്ച് പോവാം. അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ
ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാം. ഇവിടുത്തെ ഒരു ഇതെന്താ വെച്ചാൽ വിശ്വാസം എന്താ വെച്ചാൽ ഇവിടെ വന്ന് എന്താ ആഗ്രഹിക്കണോ അത് നടക്കും എന്നുള്ളതാണ്. ഇവിടെ ഉണ്ട് ഈ ചുമരിലൊക്കെ ഇങ്ങനെ, ഇത് കുറച്ച് പഴയ ക്ഷേത്രം കേട്ടോ. ഇങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ മണികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിക്കാൻ പോണ വഴി. പിന്നെ ഇവിടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ എന്തൊക്കെ കത്തിക്കലും പരിപാടികളും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദനത്തിരി കത്തിക്കലും ഈ പൂവൊക്കെ ഇവിടെ കൊണ്ടു കൊടുക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഇനി നമ്മൾ കേബിൾ കാറിലാണ് തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകാൻ നമ്മൾ ഈ സ്റ്റേഷനിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ ചിലപ്പോൾ അല്ലേ? കയറിക്കോ. നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, നമ്മൾ തിരിച്ചു പോകാൻ കയറിയിരുന്നു. ഈ താഴത്തേക്ക് കുറച്ചും കൂടി ഇറക്കം മലയാണ് അല്ലേ? അവിടെ കുറച്ച് കുത്തനായിരിക്കും. അല്ല അവിടെ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് വരുമ്പോ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ കയറുന്നത്. അപ്പൊ അങ്ങോട്ട് നോക്കി ഇറക്കം തന്നെ അല്ലേ? നോട്ട് ദ പോയിന്റ്. ആ ഒന്ന് മോട്ടർ ഇടേ. അവിടുന്ന് പോക്ക് എടുക്കല് ഒന്ന് നല്ല സ്പീഡിലാട്ടോ സാധനം പോകുന്നത്. നല്ല രസമുണ്ട്. അതിന് ഇവിടെ ഒരു കുത്തനായിരിക്കും. ഇല്ല, നമ്മളിത് കൊട്ട ശരിക്കാനല്ലേ സ്റ്റഡിക്കാനല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര പേടി തോന്നില്ല. കൊട്ട കുത്തനെ എടുത്ത് ചെയ്യണ്ടല്ലോ, നമ്മള് പേടിച്ച്. അത് മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സ്പീഡ് ഇവിടെ അവിടെ എത്തുമ്പോ ഇല്ല. അവിടെ എത്തുമ്പോൾ പതുക്കെ വേണം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം നമുക്ക്. പതുക്കെ ഉള്ളൂ അല്ലേ? അങ്ങനെ പോകുമ്പോ ഉള്ളിലൊരു കാണലല്ലേ? ആ സ്പീഡിലാ പോണെച്ചാല് താഴത്ത് നമ്മൾ ആ കാണുന്നതല്ല കേട്ടോ ഇതിന്റെ എന്റെ. അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടെ അത്രയ്ക്ക് പോകാണ്ട്. ആണോ? താഴെ നമുക്ക് അടിപൊളി വ്യൂ ആണ്. ഗ്രാമമൊക്കെ ഇങ്ങനെ കാണാം. ഓരോ മലകളും അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാം. സൂപ്പർ. അപ്പോൾ നമ്മൾ ഈ മനക്കാമന കേബിൾ കാറിൽ കയറിയിട്ടേ അവിടെ നമ്മൾ ആ ടെമ്പിളൊക്കെ പോയി വിസിറ്റ് ചെയ്ത് വന്നിട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? തിരുമേനി എന്താ അഭിപ്രായം? ചെവി വേറെ കുഴപ്പമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് കയറി പോണ കാരണം അനിയന് ചെവി കടനുണ്ടായി അല്ലേ? കേടി വേറെ വിഷയമൊന്നുമില്ലല്ലോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം സെറ്റ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഈ ചിത്വാൻ ഈ ഭാഗത്തുള്ള നമ്മുടെ ഒരു കേബിൾ കാർ ഉണ്ടല്ലോ, മൻകാമന കേബിൾ കാറിൽ പോയിട്ട് നമ്മളിനി ദേവിഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു പുഴയുണ്ട്. അത് തിരുസുരി എന്ന് പറയുന്ന ഒരു പുഴയാണ്. അതിങ്ങനെ കാണാം നമുക്ക്. റോഡിൻ്റെ സൈഡിൽ കാണാനുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ ആ തിരുസുരി എന്ന് പറഞ്ഞ പുഴയും പിന്നെ നമ്മുടെ കാലി ഗണ്ഡകി എന്ന് പറയുന്ന പുഴയും അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും, ഓരോരുത്ത് ജോയിൻ ചെയ്യും. ഒരു സംഗമ സ്ഥലമുണ്ട്. ആ സംഗമ സ്ഥലത്തിനെയാണ് ഈ ദേവിഘട്ട് എന്ന് പറയുന്നത്. പിന്നെ ആ പുഴേൻ്റെ പേര് എന്നിട്ട് നാരായണി എന്നായിട്ടാണ് ആ പുഴ പിന്നെ ഒഴുകി പോണതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത്.